ദേ ഇതുപോലെ ഒട്ടും കട്ട പിടിക്കാതെ ഒട്ടിപ്പിടിക്കാതെ പച്ചരി കൊണ്ട് എങ്ങനെ കുക്കറിൽ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇനി എഗ്ഗിന് പകരം ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, വലിയുള്ളി എന്നിവ ചേർക്കുക. എന്നിട്ട് ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക, പച്ചമുളകും ചേർക്കുക. ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. ഇതേ ഈ കാണുന്ന പോലെ. ഇനി നമുക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു കുക്കറിൽ ഞാൻ 5 മുട്ട എടുത്തിട്ട് വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വരുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിൽ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മല്ലിച്ചപ്പ്, പുതിന അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കുക്കർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെയ്ച്ചോറിനൊക്കെ ചേർക്കുന്ന മസാലയിലെ കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇവ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുക, വലിയ ഉള്ളി. ഇനി ഈ ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ഉള്ളി ഈ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മുടെ മസാലയുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുഴുവനായിട്ട് ചേർക്കണമെന്നൊന്നുമില്ല. എത്രയാണോ അതിൻ്റെ അളവൊക്കെ നോക്കുമ്പം മനസ്സിലാവുമല്ലോ, അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ബിരിയാണി മസാല, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ വിട്ടുപോയതാണ് പറയാൻ വേണ്ടിയിട്ട്. അപ്പം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ തൈര് ചേർക്കാറുണ്ടല്ലോ, അത് തന്നെ ഇവിടെയും. ഇനി മല്ലിച്ചപ്പ്, പുതിനയില ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടും വീണ്ടും ഇളക്കി മസാല നല്ല ടേസ്റ്റാക്കി എടുക്കുക. ഇനി ഈ മസാലയിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു എഗ്ഗ് മാത്രം അതിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ ഭംഗിക്ക് വേണ്ടിയിട്ട് മാറ്റിയെടുക്കുന്നു എന്ന് മാത്രം. ഒരു എഗ്ഗ് ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് പച്ചരിയാണ്, സാധാരണ കടലിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധാ പച്ചരി. ഇത് നല്ലപോലെ കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ ഈ മസാലയിലേക്ക് ഈ അരി ആഡ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഉപ്പുണ്ടോ, പുളിയുണ്ടോ, അതുപോലെ എരിവുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. നല്ലതാണ്. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പുളി കുറച്ച് കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ തൈര് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളക് വേണം തോന്നിക്കഴിഞ്ഞാൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. 2 വിസിൽ വന്നു. അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇനി ഞാനിതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കാണിച്ചു തരാം. ഇത് കട്ട പിടിച്ചിട്ടുമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ ആർക്കെങ്കിലും പെട്ടെന്നൊരു ബിരിയാണി കഴിക്കണം തോന്നിയാൽ പച്ചരി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഓക്കെ, ബൈ.